പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മംഗളവാർത്ത കാലഘട്ടം. മംഗളവാർത്ത അറിയിച്ചത് പരിശുദ്ധ അമ്മയോടാണ്. ഗബ്രിയേൽ ദൂതൻ നസറത്തിലെ കന്യകയായ മറിയത്തിന്റെ പക്കലേക്ക് അയക്കപ്പെടുകയാണ്. അവിടെ സന്ദേശം നൽകുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളെന്നും വചനത്തിലെ ഭാഗങ്ങളാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിൽ ചെല്ലുന്നത്. ദൈവകൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞ മറിയം, കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കുകയാണ്. അദ്യൂതൻ പറഞ്ഞ വാക്കുകളാണ്. ഇത് ഉദരത്തിന്റെ ഫലവും അനുഗ്രഹീതമാണെന്ന് നമ്മൾ പറയുന്നു ആ പ്രാർത്ഥനയിൽ. അപ്പോൾ ദൂതൻ പറഞ്ഞ വചനങ്ങളാണ് ഓരോ പ്രാവശ്യവും നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഈ രക്ഷാകര ചരിത്രത്തില് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥാനം മംഗളവാർത്തയ്ക്കുണ്ട്. ജനങ്ങള് പഴയ നിയമത്തില് പ്രവാചകന്മാർ വഴിയായിട്ടും ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ചും ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. രക്ഷകൻ വരുമെന്നുള്ള പ്രതീക്ഷ പ്രവാചകന്മാര് പ്രവചനങ്ങൾ വഴിയായിട്ട് ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ബെത്ലഹേമിൽ നിന്നാണ് രക്ഷകനായ യേശു ജനിക്കേണ്ടതെന്ന് പ്രവചന പുസ്തകത്തിലുണ്ട്. പ്രവാചകന്മാര് ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തിന്റെ നാവായിട്ടും വാർത്താക്കളായിട്ടും പ്രവർത്തിച്ച ഒരു വലിയ ശക്തിയാണ് പ്രവാചകന്മാര്. അവർക്ക് നിയമമുണ്ടായിരുന്നു, മോശ വഴി നൽകപ്പെട്ട നിയമം. രണ്ടാമതായിട്ട് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. പ്രവാചകന്മാരാണ് ദൈവജനത്തെ നേരായ വഴിയുടെ നയിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകിയ വലിയ ഗണം. സൃഷ്ടിയിലെ ആദ്യത്തെ ബൈബിളിലെ പുസ്തകത്തില് ആദ്യത്തെ മനുഷ്യനെ പറ്റി ദൈവം ആദത്തിന് രൂപം നൽകി. ആദത്തിന് സഹിയായിട്ട് ആദത്തിന് രൂപം നൽകിയത് മണ്ണിൽ നിന്നാണ്. ഇന്നത്തെ മനുഷ്യന്റെ അനുഭവം, മനുഷ്യൻ മരിച്ച് മണ്ണായിത്തീരുന്നു. മണ്ണിൽ നിന്ന് രൂപപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങുന്നതാണ് വിശുദ്ധഗ്രന്ഥത്തിൽ പറയുക. ആദത്തിന്റെ വാരിയലിൽ നിന്നും ഹവ്വായ്ക്ക് രൂപം നൽകി. അങ്ങനെ ആദ്യത്തെ സ്ത്രീരക്തമുണ്ടായി. ആബോവരാണ് ആദ്യത്തെ ദമ്പതികൾ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികൾ എല്ലാവരും അവര് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഒരു നല്ല കുടുംബത്തിന് രൂപം നൽകിക്കൊണ്ട് നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് മനസ്സുകൊണ്ട് സമ്മതമാണെന്ന്. ആ സമ്മതത്തിന്റെ തുടർച്ചയാണ് കുടുംബജീവിതം. ഇവിടെ മാതാവ് സമ്മതം നൽകിയപ്പോഴ് ഇതാ കർത്താവിന്റെ വചനം പോലെ ഇതിൽ ഭവിക്കട്ടെ എന്ന് ദൂതന്റെ ആ സദ്ദൂതിന് പിയാത്ത് പറഞ്ഞപ്പോൾ സമ്മതം നൽകിയപ്പോൾ രക്ഷാകര ചരിത്രത്തിലെ ആദ്യത്തെ അധ്യായം രൂപകൃതമാവുകയാണ്. അതിന്റെ തുടർച്ചയാണ് ദിവരക്ഷകനായ ഈശോയുടെ ജനനം, ക്രിസ്മസ്. അത് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ യേശുവിന്റെ ബാലനായ യേശു, ഉണ്ണിയായ യേശു, യേശുവിന്റെ വളർത്തല് കാൽവരി വരെയും നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതത്തിന് സാക്ഷിയായിട്ട് മറിയം നിൽക്കുന്നത് കാണാം. അതുപോലെ ഓരോ കുടുംബ ജീവിതത്തിലും ആ കുടുംബജീവിതം നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് വരണം. ഏത് ജീവിതത്തെ സ്വീകരിച്ചാലും അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. സമർപ്പിത ജീവിതം കഴിക്കുന്നവര് അവരാ ജീവിതത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും വ്രതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ വേണ്ട പോലെ നയിച്ചുകൊണ്ടാണ് ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. കുടുംബജീവിത
വിവാഹം കഴിക്കുന്ന കുടുംബജീവിതത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്തുകൊണ്ടാണ് ഒരു കുടുംബത്തെ കരുപിടിപ്പിക്കേണ്ടത്. അത് ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ്, വെല്ലുവിളിയാണ്. നല്ല മനുഷ്യര് ഒത്തിരി നമ്മുടെ ഇടയിലുള്ള ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നവരും മക്കളെ സ്നേഹിക്കുന്നവരും ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ മക്കൾക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കുകയും അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് ഒത്തിരി ആളുകൾ. നിങ്ങളെല്ലാവരും തന്നെ അങ്ങനെയുള്ളവരാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപ ആവശ്യമുള്ളതാണ്, അനുമോദനം ആവശ്യമുള്ളതാണ് ജീവിത പ്രക്രിയ. ഇതുപോലെ തന്നെയാണ് സമർപ്പിത ജീവിതവും. രക്ഷാകര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ബിന്ദുവാണ് ഈ മംഗളവാർത്ത, യേശുവിന്റെ ജനനം. രക്ഷകൻ ലോകത്തിലേക്ക് കടന്നു വരാനായിട്ട് വഴിയൊരുക്കലാണ് മംഗളവാർത്ത. ഇസ്രായേലിൽ ചെല്ലുമ്പോൾ അവിടെ നിരവധി ദേവാലയങ്ങളുണ്ട് യേശുവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട. അവിടെ മംഗളവാർത്ത ദേവാലയമുണ്ട്. അതൊരു 2 നില ദേവാലയമാണ്. അതിന്റെ ദേവാലയത്തിന്റെ അടിയിലെ ദേവാലയത്തിൽ, താഴെയുള്ള ദേവാലയത്തിൽ മംഗളവാർത്തയുടെ ഗ്രോട്ടമാണ്. അത് കമ്പിയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നിൽ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് ഉള്ള അൾത്താരയുണ്ട്. 98 ഞങ്ങൾ ഇവിടെ വൈദികരുടെ ഒരു ഗ്രൂപ്പ് വിശുദ്ധ നാട്ടിലേക്ക് പോയി. പല രൂപതകളിൽ നിന്നുള്ളവരാണ്. എറണാകുളക്കാരുണ്ടായിരുന്നു, മറ്റു രൂപതകളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, തലശ്ശേരിയിൽ നിന്ന് ഞാനൊക്കെ ഉണ്ടായിരുന്നു. 18 വൈദികരുണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ ദേവാലയത്തിൽ ഒരു വൈദികന്റെ പ്രധാന കാർമ്മികത്വത്തിലാണ് ബലി അർപ്പിക്കപ്പെടുക. മംഗളവാർത്ത ദേവാലയത്തില് പ്രധാന കാർമ്മികനായിട്ട് എനിക്ക് ബലിയർപ്പിക്കാനായിട്ട് അവസരം ലഭിച്ചത് ഓർമ്മിക്കുകയാണ്. ഇന്നുണ്ടായിരുന്ന സീരിയസ് ആയിട്ടുള്ള പല വൈദ്യുതിയൊന്നുമില്ല. അത് 25 കൊല്ലം മുമ്പാണ്. മലയാറ്റൂരെയും ഇടപ്പള്ളിയിലൊക്കെ അച്ഛന്മാര് അന്ന് വികാരിമാരായിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. പരിശുദ്ധകന്യകയുടെ വിശുദ്ധി, കന്യാത്വം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവം പരമപരിശുദ്ധ. ആ പരിശുദ്ധി പങ്കുവറ്റുന്നവരാണ് നമ്മളെല്ലാവരും. സവിശേഷമായ വിധത്തില് ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റിയ വ്യക്തി എന്നുള്ള നിലയിൽ, ജന്മഭാവരഹിതയായിട്ട് ജനിച്ച വ്യക്തി എന്നുള്ള നിലയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിന്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കുപറ്റാനായിട്ട് അവസരം ലഭിക്കുകയാണ്. യേശുവിന്റെ വംശാവലിയിൽ വിശുദ്ധരല്ലാത്ത ചില സ്ത്രീകൾ കടന്നു വരുന്നു. ഇത് താമാർ, ഒരു വിസ്തരം വായിച്ചറിയാം. റാഹാബ്, റൂത്ത്, ബത്ശബ. ഇങ്ങനെയാണ് ആ വംശാവലി പുസ്തകം നീങ്ങുന്നത്. ഇതിന്റെ കാരണത്തെ പറ്റി ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നത് യേശു എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി വന്നു. നീതിമാന്മാരെ മാത്രമല്ല, പാപികളെയും രക്ഷിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ള സത്യം നമ്മളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ യേശു നീതിമാന്മാരുടെ മാത്രമല്ല, പാപികളുടെയും രക്ഷകനാണ്. അതുകൊണ്ടാണ് വംശാവലിയിൽ പാപികളായിട്ടുള്ള എന്നറിയപ്പെടുന്ന ഈ സ്ത്രീകൾ കയറിപ്പറ്റിയത്. മാതാപരൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇന്നും ജനിക്കുന്നവൻ പരിശുദ്ധനാണെന്ന് പറയുക. മാതാവ് പറയുന്നത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നീ ഭവിക്കട്ടെ. അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് ദൈവദൂതന്റെ അരുളപ്പാടിന് അറിയില്ല എന്ന് പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം, ഇതാ കർത്താവിന്റെ ദാസിന്റെ വചനം പോലെ നീ ഭവിക്കട്ടെ എന്ന് ഉത്തരം നൽകിയ നിങ്ങൾ കർത്താവിന്റെ മാതാരാജനം. ഈ രക്ഷാകര രഹസ്യങ്ങളെ നമ്മൾ അനുസ്മരിക്കുകയാണ് ഓരോ പ്രാവശ്യവും. കർത്താവിന്റെ മാലാകാചര്യങ്ങൾ, കർത്താവിന്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാലും മറിയം ഗർഭം ധരിച്ചു. രക്ഷാകരണത്തിന് ചുരുക്കമാണ് കഴിച്ചിരുന്നത്. പിന്നെ മാതാവിന്റെ മറുപടിയാണ് എല്ലാ ദിവസവും ഇതാ കർത്താവിന്റെ ദാസന്റെ വചനം പോലെ നീ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് സമ്മതം നൽകിയപ്പോൾ
യൂദൂതന്റെ അരുളപ്പാടിന് മാതാവ് സമ്മതം രക്ഷാകരകർമ്മ ഒരു യാഥാർത്ഥ്യമായി തീർന്നു. അതിനെ അനുസ്മരിക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ കർത്താവിന്റെ മാലാഖ എന്ന ജപം, ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയം എന്ന ജപവും കർത്താവിന്റെ മാലാഖ എന്ന ജപവും ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു രക്ഷകനെ, ആ രക്ഷകന്റെ അമ്മയാനുള്ള അസുലഭ ഭാഗ്യം പരിശുദ്ധ അമ്മയ്ക്കാണ് ലഭിച്ചത്. അവരുടെ തീരുമാനങ്ങളെ, സ്വാതന്ത്ര്യത്തെയും ശ്രദ്ധാപൂർവം മാനിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ് ഇവിടെ കാണുക. മാതാവിന്റെ സമ്മതം ചോദിക്കൽ അങ്ങനെയാണ്. സ്വന്തം വിശ്വാസം അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ പലപ്പോഴും സ്വന്തം വിശ്വാസം അടിച്ചേൽപ്പിക്കാനായിട്ട് മർദ്ദനം മുറകള് നടത്തുന്ന സംവിധാനങ്ങൾ ആളുകളെയൊക്കെ കാണാം. കഴുത്തറക്കുന്ന ഭീകരത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വിശ്വാസം എന്ന് പറഞ്ഞാല് എല്ലാം മനസ്സിലാകില്ല, മനസ്സിലാക്കലല്ല, അനുസരണത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ്. അനുസരണത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ്. മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, എല്ലാം മനസ്സിലായെന്ന് വരികയില്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാര് മോശയോട് പറഞ്ഞപ്പോൾ വടി കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ചെങ്കടലിൽ ചെങ്കടൽ രണ്ടായിട്ട് വിഭജിച്ചങ്ങനെ ദൈവത്തിന്റെ ജനം വാഗ്ദാന നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് നിമിത്തമായി തീർന്നത്. ജെറിക്കോ കോട്ട 7ാം പ്രാവശ്യം തകർന്ന് ജെറിക്കോ കോട്ട അങ്ങനെ ജെറിക്കോയിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേൽ ജനത്തെ ബൈബിൾ കാണാനായിട്ട് പറ്റും. ജനിക്കാനിരിക്കുന്ന ശിശുവിന്റെ പ്രത്യേകതകളെ പറ്റി വിശദീകരിക്കുന്ന ശിശുവിന്റെ പേര് യേശു. യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു. യഹോശുവയുടെ ചുരുങ്ങിയ പദമാണ് ജോഷുവ. അത് ഹീബ്രു നാമമാണ്. ദൈവം രക്ഷിക്കുന്നു. യേശു മനുഷ്യവംശത്തെ വിശുദ്ധ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. യേശു ദൈവപുത്രനാണ്, രക്ഷകനാണ്, രക്ഷിക്കുന്നവനാണ്. ജനിക്കാതെ ശിശുവിനെ പറ്റി ഇവരുടെ അത്യുന്നതന്റെ പുത്രനായിരിക്കും. യേശുവിന്റെ യഥാർത്ഥ മഹത്വം അവിടുന്ന് ദൈവപുത്രനാണെന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ തൃത്വത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമേയം. അതാണ് ദൈവത്തിന്റെ ഏകത്വവും ത്രിത്വവും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച പുത്രനായ ദൈവം. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് വിശ്വാസമാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവം. നമ്മൾ യേശുവിനോട് ചേർന്ന്, യേശുവിന്റെ തുടർച്ചയായ സഭയോട് ചേർന്നാണ് പ്രവർത്തിക്കുകയും നിൽക്കുകയും ചെയ്യേണ്ടത്. ജനിക്കാനിരിക്കുന്ന ശിശുവിന്റെ രാജ്യം നിത്യമായിരിക്കും. ലോകചരിത്രത്തിൽ നിരവധി നേതാക്കന്മാർ കടന്നു വന്നിട്ടുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഒത്തിരി നേതാക്കന്മാര്, അന്നറിയപ്പെട്ടിരുന്ന രാജ്യങ്ങള് കീഴടക്കിയവര്, മഹാന്മാരെന്ന് വിളിക്കപ്പെടുന്ന അലക്സാണ്ടർ ചക്രവർത്തിയും കൂട്ടരുമൊക്കെ ഒത്തിരി ആളുകളെ കൊല ചെയ്ത ചെങ്കിസ് ഖാൻ, ആധുനിക കാലഘട്ടത്തിൽ നിരവധി ലക്ഷക്കണക്കിന് ആളുകളെ, തനിക്കെതിരോ അല്ലെങ്കിലും അന്ധവിശ്വാസപ്പെട്ട നിരവധി ആളുകളെ കൊല ചെയ്യാനായിട്ട് കൂട്ടുനിന്ന സ്റ്റാലിൻ, വംശീയ വിദ്വേഷത്തിന്റെ പേരിൽ 60 ലക്ഷത്തിലേറെ യഹൂദന്മാരെയും വേറെ ഒത്തിരി ക്രൈസ്തവരെയും വൈദികരെയൊക്കെ വധിച്ച ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ, അങ്ങനെ ഒത്തിരി നേതാക്കന്മാർ ലോകത്തിന് ഒരു നേതാക്കന്മാരുടെ അധികാരം കൈകാടിയപ്പോൾ പട്ടാളക്കൂട്ടയിലുള്ളപ്പോൾ നിരവധി ആളുകളെ കൊല ചെയ്യുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പഴയ കാലങ്ങളിൽ അപ്പോൾ യേശു എന്ന് പറയുന്നത് ലൗകികമായ ഒരു രാജാവല്ല. അവിടുന്ന് മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കും ശാന്തിക്കും വേണ്ടി ജനിച്ചവരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ യേശുവിന്റെ ജനനത്തെ പറ്റിയുള്ള സുപ്രധാനമായ അറിയിപ്പാണ്